2025 തുടക്കത്തിൽ തന്നെ ചൊവ്വാഗ്രഹത്തിലെ ഏലിയൻ ലൈഫുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാന അനൗൺസ്മെൻറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഒരു പ്രസ് റിലീസാണ്. ചൊവ്വാഗ്രഹത്തിലെ ഏലിയൻ ലൈഫിനെ നേരിട്ട് പ്രതിപാദിക്കുന്ന ഒരു പ്രസ് റിലീസാണ്. രണ്ടാമത്തേത് ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെയാണ്. അത് നേരിട്ട് ഏലിയൻ ലൈഫിനെ കുറിച്ചല്ല പ്രതിപാദിക്കുന്നത് എങ്കിൽ പോലും അതിൽ പറയുന്ന പല കാര്യങ്ങളും സാധൂകരിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലെ ഏലിയൻ ലൈഫിനെ തന്നെയാണ്. വളരെ വിശദമായി തന്നെ നമുക്ക് ആ 2 അനൗൺസ്മെൻറ്റുകളും പരിശോധിക്കാം. അതിൻ്റെ റെഫറൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുമ്പ് ഒരു 30 സെക്കൻഡ് സമയം നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം, താല്പര്യമുള്ളവർ പരിശോധിക്കുക. ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതും ചെക്കൗട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ശാസ്ത്ര പ്രബന്ധത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ ഒരു ദൃശ്യം നിങ്ങൾ ഭൂമിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഭൂമിയിലെ ദൃശ്യം തന്നെയാണ്. ഇത് പക്ഷേ നിങ്ങൾ നേരിട്ടായിരിക്കില്ല കണ്ടിട്ടുണ്ടായിരിക്കുക, ഏതെങ്കിലും വീഡിയോ ദൃശ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പിക്ചറിലൂടെയോ ഒക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. ഇത് മഴയാണ് സൂചിപ്പിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതിനെ തുടർന്ന് അവിടെ പെയ്യുന്ന മഴവെള്ളം ഈ ചാലുകളിലൂടെ ഒഴുകി താഴോട്ട് വരും. ആദ്യഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ചാലുകൾ ഉണ്ടായിരിക്കുന്നതല്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ജലത്തിന് സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഒഴുകി താഴേക്ക് പോകണമല്ലോ. അങ്ങനെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ചാലുകൾ അല്ലെങ്കിൽ ഗള്ളീസാണ് ഈ കാണുന്നത്. ഭൂമിയിൽ തീർച്ചയായിട്ടും ഇതുണ്ടായിരിക്കും, കാരണം ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ചൊവ്വാഗ്രഹത്തിൽ ഗള്ളീസ് അല്ലെങ്കിൽ ചാലുകൾ നമുക്ക് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളൊന്ന് നോക്കുക. ഇത് ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുള്ള ഗള്ളികളുടെ അല്ലെങ്കിൽ ചാലുകളുടെ ദൃശ്യമാണ്. അവിടെ കൃത്യമായിട്ട് കാലാവസ്ഥ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ ഒരുപാട് വെറൈറ്റികളൊന്നുമില്ല. അവിടെ ഉള്ളത് 2 അവസ്ഥകൾ മാത്രമാണ്. ഒന്ന് വിൻ്റർ, മറ്റൊന്ന് സമ്മർ, അതായത് ശൈത്യകാലം, മറ്റൊന്ന് വേനൽക്കാലം. മഞ്ഞുകാലത്ത് ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ചൊവ്വാഗ്രഹത്തിലുണ്ടാവും. ചൊവ്വാഗ്രഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിക്കുന്നില്ല. പ്രധാനമായിട്ടും ധ്രുവപ്രദേശത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ്. അതുകൂടാതെ നല്ല ഉയരമുള്ള കുന്നുകളുടെ മുകളിലും മഞ്ഞ് പെയ്യാറുണ്ട്. പക്ഷേ ഈ മഞ്ഞെന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള മഞ്ഞല്ല. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഐസ് എന്നുള്ള ഒരു പേര് കൂടി ഈ മഞ്ഞിനുണ്ട്. അവിടെ അന്തരീക്ഷമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മഞ്ഞുണ്ടാവുക, അവിടെ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക എന്നൊക്കെ ആയിരിക്കും കുറച്ച് പേരെങ്കിലും ചിന്തിക്കുക. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചൊവ്വാഗ്രഹത്തിന് അന്തരീക്ഷമില്ല എന്നുള്ളത്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അവിടെ ഉള്ളത് ഒരു എക്സോസ്ഫിയർ മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇരുട്ട് മാത്രം ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആകാശമെന്നൊന്നും തന്നെ ഇല്ല. ആകാശമെന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. സൂര്യൻ്റെ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സ്കാറ്ററിംഗ് എന്ന ഒരു പ്രതിഭാസം സംഭവിക്കും. അതിനെ തുടർന്നാണ് ഉച്ച സമയങ്ങളിലൊക്കെ ആകാശത്തിന് നീല നിറം കാണാൻ സാധിക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നമുക്ക് ഏകദേശം ഒരു ചുവപ്പ് കളറായിരിക്കും കാണാൻ കഴിയുക. അതിൻ്റെ പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇരുണ്ട നിറം മാത്രമാണ്. പക്ഷേ ചൊവ്വാഗ്രഹത്തിൽ അങ്ങനെയല്ല. ചൊവ്വാഗ്രഹത്തിൽ അന്തരീക്ഷമുണ്ട്, പക്ഷേ ഭൂമിയിലെ അന്തരീക്ഷത്തെക്കാൾ വളരെയധികം നേർത്ത അന്തരീക്ഷമാണെന്ന് മാത്രം. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമുണ്ട്, ഓക്സിജൻ എന്ന വാതകവുമുണ്ട്. പക്ഷേ അതിൻ്റെ ശതമാനം വളരെ വളരെ കുറവാണെന്ന് മാത്രം. എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം 95% വരുമ്പോൾ ഓക്സിജൻ്റെ സാന്നിധ്യം 0.16% മാത്രമാണ്.
നമ്മുടെ ഭൂമിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ വളരെ കുറവാണ്. അത് 0.04% മാത്രമാണ്. അവിടെ ഓക്സിജൻ ഏകദേശം ഒരു 28% വരെ ഉണ്ട്. എന്നാൽ ചൊവ്വാഗ്രഹത്തിൽ അതിൻ്റെയൊക്കെ നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ്. എന്തായാലും അവിടെ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ വിൻ്റർ കാലഘട്ടത്തിൽ അവിടെ മഞ്ഞ് പെയ്യും. പക്ഷേ ആ മഞ്ഞിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നീട് വേനൽ കാലഘട്ടമാകുമ്പോഴേക്കും ഈ ഡ്രൈ ഐസ് ഉരുകാൻ തുടങ്ങും. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലവുമായിട്ട് ചേർന്നാണല്ലോ ഈ മഞ്ഞുപാളികൾ ഇരിക്കുന്നത്. ആ മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിന് തൊട്ട് മുകളിലായിട്ട് ഈ ഡ്രൈ ഐസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ ലെയർ ഉണ്ടാകും. ആ ലെയറിൽ അടങ്ങിയിരിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള വാതക രൂപത്തിലുള്ള ഡ്രൈ ഐസ് ആയിരിക്കും. ദ്രാവകവും വാതകവും കലർന്നിട്ടുള്ള ആ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു കാറ്റുകൂടി അടിക്കുമ്പോൾ ഈ കുന്നിൻ്റെ മുകളിലുള്ള ഡ്രൈ ഐസ് പതിയെ അവിടെ നിന്നും തെന്നി താഴേക്ക് വീഴും. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? മഴവെള്ളം വീഴുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ അവിടെ സംഭവിക്കും. അവിടെ ഒരു ചാലുണ്ടാകപ്പെടും. തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം അവിടെ തീർച്ചയായിട്ടും ചാലുണ്ട്. ആ ചാലിലൂടെ ഈ ഡ്രൈ ഐസ് ഒഴുകി താഴേക്ക് താഴ്വാരങ്ങളിലേക്ക് പോവുകയാണ്. ഡ്രൈ ഐസ് സൃഷ്ടിക്കുന്ന ചാലുകൾക്കും ജലം സൃഷ്ടിക്കുന്ന ചാലുകൾക്കും വ്യത്യാസമുണ്ട്. രണ്ടും നമുക്ക് ഇമേജ് പ്രോസസ്സിങ്ങിലൂടെ വേർതിരിച്ച് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതിനുപരിയായിട്ട് മെഷീന് സാധിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താലാണ്. പക്ഷേ ഇവിടുത്തെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അത്തരത്തിൽ ഡ്രൈ ഐസ് ഉണ്ടാകുന്നത് പോലെ ജലം കാരണം സൃഷ്ടിക്കപ്പെടുന്ന ഐസോ അല്ലെങ്കിൽ ജലം തന്നെയോ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന് പുറമേ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യവുമുണ്ട്. പക്ഷേ അത് വളരെ നേർത്തതാണ്. ഇത്രയും കാലമായിട്ടും ശരിക്കും അത് എത്രമാത്രം ശതമാനമാണെന്ന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ശതമാന കണക്കിൽ പറയുന്നതിനേക്കാളുമൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ജലകണം അടങ്ങിയിട്ടുണ്ട്. ആ നേർത്ത അളവിലുള്ള ജലഗണം മതിയാവുകയില്ല ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന ചാലുണ്ടാവാൻ. ഒരു ഹൈപ്പോത്തസിസ് കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹം ശരിക്കും ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമായിരുന്നു. ഭൂമിയിലുള്ളതുപോലുള്ള അന്തരീക്ഷം ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജലമുണ്ടായിരുന്നു. അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ചാലുകളായിരിക്കാം ഇപ്പോൾ ദൃശ്യത്തിൽ പതിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതങ്ങ് തറപ്പിച്ച് പറയാനും സാധിക്കുകയില്ല. നിലവിലുള്ള പഠന റിപ്പോർട്ടിലൂടെ നമുക്ക് അത് എത്രമാത്രം പഴക്കമുള്ള ചാലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 1000 വർഷമോ അല്ലെങ്കിൽ 10,000 വർഷമോ ഒക്കെ പഴക്കമുള്ളതാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ ആ ഹൈപ്പോത്തിസിസ് കാരണം ഉണ്ടായിട്ടുള്ള ചാലല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ശാസ്ത്ര പ്രബന്ധത്തിൽ തന്നെ ചൊവ്വാഗ്രഹത്തിൽ വലിയ അളവിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടിലാണ് പ്രധാനമായിട്ടും ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്ന് നമുക്ക് പറയാം. കാരണം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല പഠനങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അവർ ആ കാര്യങ്ങൾ അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതനുസരിച്ച് ചൊവ്വാഗ്രഹത്തിൽ മുൻപ് തന്നെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ മുൻപ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ അളവിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിൽ നടത്തിയിട്ടുള്ള ഏതൊക്കെ പരിവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് അവർ വ്യക്തമായിട്ട് ഈ പ്രബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് മാർസ് ഒഡേസി ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ പഠനമാണ്. ഹൈ എനർജി ന്യൂട്രോൺ ഡിറ്റക്ടർ, ഗാമ റേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഷറാഡ് റഡാർ ഒബ്സർവേഷൻസ്, മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ, മാർസിസ് റഡാർ. അതായത് 1-2 പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അനവധി പഠനങ്ങളുടെ അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ജലമില്ലെങ്കിൽ പോലും അവിടെ ഉള്ളത് കാർബൺ ഐസ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് ആണെങ്കിൽ പോലും വളരെ ചെറിയ വലിപ്പമുള്ള മൈക്രോബിയൽ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ എക്സ്ട്രീമോഫൈൽസിൻ്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എക്സ്ട്രീമോഫൈൽസ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷനിൽ പോലും നിലനിൽക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള ശാസ്ത്ര പ്രബന്ധങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ബാക്ടീരിയ നമ്മൾ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില കെമിക്കൽസിനെ പോലും ഭക്ഷിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മുൻപ് റിജു സാമ്പിൾ റിട്ടേൺ മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു.
റിജു ആസ്ട്രോയിഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവന്ന് പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ആ സാമ്പിളിൽ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത് പോലുള്ള വലിയ അളവിലുള്ള ബാക്ടീരിയയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു രീതിയിലും ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കാത്ത രീതിയിലുള്ള ഒരു ലബോറട്ടറിയിലായിരുന്നു ഈ പഠനങ്ങളൊക്കെ നടത്തിയത്. എന്നിട്ടും അവിടെ ബാക്ടീരിയയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിനെ പോലും ഭക്ഷിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ പോലും നിലനിൽക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അത് എക്സ്ട്രീമോഫൈൽസ് ആണ്. ചൊവ്വാഗ്രഹത്തിൽ അത്തരത്തിലുള്ള എക്സ്ട്രീമോഫൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ജലത്തിൻ്റെ ആവശ്യമില്ല, ഈ ഡ്രൈ ഐസ് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ് റിലീസിലേക്ക് വരാം. ചൊവ്വാഗ്രഹത്തിലെ ഏലിയൻ ലൈഫിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഈ പ്രസ് റിലീസ്. ഈ പ്രസ് റിലീസിൻ്റെ ഭാഗമായിട്ട് നാസ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട്. നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ ചിത്രീകരിച്ചിട്ടുള്ള, അതിലെ ഹൈറൈസ് ക്യാമറ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലെ ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ഏതാനും ഡ്യൂണുകൾ അല്ലെങ്കിൽ മണൽ കൂനകളാണ്. പക്ഷേ മരുഭൂമിയിൽ കാണുന്നത് പോലെ ടെമ്പററി ആയിട്ടുള്ള ഒരു മണൽക്കൂനയല്ല, കാറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന മണൽക്കൂനയല്ല. അത് പെർമനൻ്റ് ആണ്. വർഷങ്ങളായിട്ട് അത് അതേപടി അതേ ഷേപ്പിൽ തന്നെ അതേ വലിപ്പത്തിൽ തന്നെ തുടർന്നു പോവുകയാണ്. അതിൻ്റെ അർത്ഥം അവിടെ കാറ്റിനെ അതിജീവിക്കുന്ന എന്തോ ഒന്നുണ്ട്. അവിടെയുള്ള മണലുകളൊക്കെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മണലുകൾ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മഞ്ഞുപാളികളാണ്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മഞ്ഞുപാളികളാണ്. അതായത് സൂര്യൻ്റെ പ്രകാശം അതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ദ്രാവക അവസ്ഥയിലുള്ള ജലത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടെന്നും പറയുന്നു. ജലമെന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള H2O എന്ന ജലം തന്നെയാണ്. അങ്ങനെ അവിടെ ജലമുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ജീവജാലങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. ജലം അവിടെ ദ്രാവകാവസ്ഥയിൽ കാണുന്നത് കൊണ്ട് തന്നെ ആ ജലം നിൽക്കുന്ന ഭാഗത്ത് താപനില 0 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണെന്ന് പറയാം. എങ്ങനെയാണ് ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ താപനില വർദ്ധിക്കുന്നത്? കൂടാതെ ഈ ഭാഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നല്ല തണുപ്പുള്ള -120 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വരുന്ന ഉത്തര ധ്രുവത്തോട് ചേർന്നിട്ടാണ്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണം. ആ മുകളിലുള്ള എൻവലപ്പ് അല്ലെങ്കിൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ ഡ്യൂണിൻ്റെ പുറം ഭാഗം, ആ പുറം ഭാഗം ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഊട്ടി പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ, അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ ഹൗസ് കാണാൻ സാധിക്കും. ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കൃഷി നടക്കുന്നുണ്ട്. പൂന്തോട്ടമായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക. സാധാരണഗതിയിൽ തണുപ്പ് വളരെയധികം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കിളിക്കാൻ സാധിക്കാത്ത പല സസ്യങ്ങളെയും അത്തരത്തിൽ വളർത്താറുണ്ട്. കാരണം ഗ്രീൻ ഹൗസ് കാരണം അവിടെ ഒരു താപനില സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഗ്രീൻ ഹൗസിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ ഊർജം, ആ ഊർജത്തിൻ്റെ നല്ലൊരു ശതമാനവും ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ എത്തിച്ചേരുന്ന ഈ പ്രകാശം അല്ലെങ്കിൽ ഊർജം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് പോകുന്നില്ല. അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് പോകുന്നുള്ളൂ. വെളിയിലുള്ള ആ എൻവലപ്പ് അവിടെ ഉണ്ടായിരിക്കുന്ന ആ താപനിലയെ അല്ലെങ്കിൽ ആ ഊർജത്തെ അവിടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ്. ഗ്രീൻ ഹൗസിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിലെ ഈ ഡ്യൂണിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ചൊവ്വാഗ്രഹത്തിൽ ആ ഡ്യൂണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ഗ്രീൻ ഹൗസ് എഫക്റ്റിലൂടെ. അങ്ങനെയാണ് അവിടെയുള്ള ജലമായിട്ട്, ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെ ജലമുണ്ടെങ്കിൽ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല വലിപ്പമുള്ള ജീവജാലങ്ങൾ പോലും ഉണ്ടായിരിക്കാം. കാരണം ഈ ഡ്യൂണുകൾ നമ്മൾ ചിത്രത്തിലൂടെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിന് നല്ല വലിപ്പമുണ്ട്. ഇത് സാറ്റലൈറ്റ് ചിത്രീകരണത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ചിത്രമാണ്. അതിലെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിനേക്കാട്ടിലും വളരെ വലുതാണ്. വലിയ ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പോലുമുണ്ട്. സൂര്യൻ്റെ പ്രകാശം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസിന്തസിസ് പോലും അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധ്യതയാണ്, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അതായത് വെറുതെ ഊഹാപോഹങ്ങൾ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഹൈപ്പോത്തസിസ് ആണ്. ഈ ഹൈപ്പോത്തസിസുകൾ നമുക്കിനി ടെസ്റ്റിന് വിധേയമാക്കണം.
കൂടുതൽ ഡേറ്റകൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ഡേറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ കൃത്യമുള്ള കണക്കുകൾ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ടാമത് പറഞ്ഞ പ്രസ് റിലീസിലെ ശാസ്ത്ര പ്രബന്ധം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രമാണ് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് നിലവിൽ ആ പ്രബന്ധം പിയർ റിവ്യൂവിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പിയർ റിവ്യൂവിന് ശേഷം അത് പ്രസിദ്ധീകരിച്ച് വരും. സാധാരണഗതിയിൽ പിയർ റിവ്യൂ നടക്കുമ്പോൾ പോലും നേച്ചർ പോലുള്ള ജേണലിലാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രീ റിലീസ് കോപ്പി ലഭ്യമാകേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് റിസർച്ച് ഗേറ്റിലെങ്കിലും ലഭ്യമാകേണ്ടതാണ്. പക്ഷേ അതൊന്നും എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടാമത്തെ പ്രസ് റിലീസ് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു പ്രസ് റിലീസ് തന്നെയാണ്. ആ ഇമേജസൊക്കെ നാസ ശരിക്കും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇമേജ് തന്നെയാണ്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അത് ശരിക്കും ശാസ്ത്ര പ്രബന്ധമായിട്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് അത് റിലീസായത്. ഈ രണ്ടാമത് പറഞ്ഞതിൻ്റെ ശാസ്ത്ര പ്രബന്ധം അത് ഉടൻ തന്നെ റിലീസായി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരിക്കുമുള്ള പ്രബന്ധം ഒന്ന് വായിച്ചാൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അതിൽ പറയുന്നതെന്നും അതുപോലെ അതിലെ മെത്തഡോളജികൾ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നും എനിക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അങ്ങനൊരു വീഡിയോ ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയിൽ നിന്നും കൂടുതലായിട്ട് പോയിന്റുകൾ പറയാനുണ്ടെങ്കിൽ മാത്രം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോയുടെ തുടക്കഘട്ടത്തിൽ ഞാൻ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ ആൻഡ്രോയിഡ് ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ കയറി ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. താങ്ക്